അസ്സലാമു അലൈക്കും. ഭർത്താവിന്റെ സ്നേഹം വർദ്ധിക്കാനും ഭർത്താവിന്റെ ഹൃദയം കീഴ്പ്പെടുത്താനും ഭാര്യമാരോട് നല്ല രീതിയിൽ പെരുമാറാനുമുള്ള ഒരു ദുആ ആണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ഏതൊരു ഭാര്യ ആഗ്രഹിക്കുന്നത് തന്റെ ഭർത്താവിന്റെ സ്നേഹവും പരിചരണവുമാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പല പ്രശ്നങ്ങളും പിണക്കങ്ങളും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയോട് വഴക്കിടുകയും ദേഷ്യത്തോടെ പെരുമാറുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പല ഭാര്യമാർക്കും തന്റെ ഭർത്താവ് ഇപ്പോൾ പഴയതുപോലെ തന്നെ സ്നേഹിക്കുന്നില്ല, അവളോട് സംസാരിക്കാറില്ല എന്നൊക്കെ തോന്നാറുണ്ട്. ഇതിനൊക്കെ പരിഹാരമായി ഭർത്താവിന്റെ സ്നേഹം വർദ്ധിക്കാനും മയത്തിൽ പെരുമാറാനും ഹൃദയം പിടിച്ചടക്കാനും വേണ്ടിയുള്ള ഒരു ദുആ ആണിത്. ദുആ ചെയ്യുന്നതിന് മുമ്പ് 11 തവണ മുത്തുനബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലുക. ശേഷം ദുആ ചെയ്യുക. യാ അത്തൂഫ് ദുൽ ഖുവ്വത്തിൽ മതീൻ അയതിഫു അലയ്യ കൽബ ഫുലാനിൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. ഇനി ഈ ദുആയുടെ അർത്ഥം എന്തെന്ന് നോക്കാം. അത്യധികം ശക്തിക്ക് ഉടയവനായ അല്ലാഹുവേ, കാരുണ്യവാനിൽ ഏറ്റവും വലിയ കാരുണ്യവാനായ റബ്ബേ, നിന്റെ കാരുണ്യം കൊണ്ട് ഇന്ന വ്യക്തിയുടെ ഹൃദയത്തെ എനിക്ക് മയം ചെയ്തു തരണമേ. ആമീൻ. മേൽ പറഞ്ഞ ദിക്റിൽ ഫുലാനിൻ എന്ന ഭാഗത്തെത്തിയാൽ നിങ്ങളുടെ ഭർത്താവിന്റെ പേര് വെച്ച് ദുആ ചെയ്യുക. ഉദാഹരണമായി നിങ്ങളുടെ ഭർത്താവിന്റെ പേര് ഇസ്മായിൽ എന്നാണെങ്കിൽ യാ അത്തൂഫ് ദുൽ ഖുവ്വത്തിൽ മതീൻ അയതിഫു അലയ്യ കൽബ ഇസ്മായിൽ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ എന്നിങ്ങനെ വേണം ദുആ ചെയ്യാൻ. ഇപ്രകാരം ദുആ ചെയ്യുമ്പോൾ ഫുലാൻ എന്ന ഭാഗത്ത് എത്തിയാൽ നിങ്ങളുടെ ഭർത്താവിന്റെ പേര് എന്താണോ അത് വെച്ച് വേണം ദുആ ചെയ്യാൻ. ഈ ദുആ ദിവസവും 313 തവണയോ കുറഞ്ഞത് 111 തവണ ചൊല്ലി ദുആ ചെയ്യുക. ചൊല്ലിക്കഴിഞ്ഞാൽ 11 തവണ സ്വലാത്ത് ചൊല്ലി അവസാനിപ്പിക്കുക. ഇങ്ങനെ ദുആ ചെയ്താൽ തീർച്ചയായും ഭർത്താവിന്റെ സ്നേഹം വർദ്ധിക്കുകയും ഭർത്താവിന്റെ ഹൃദയം കീഴ്പ്പെടുത്തുകയും ഭർത്താവ് നമ്മളോട് മയത്തിൽ പെരുമാറുകയും ഒക്കെ ചെയ്യും. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള എല്ലാ പ്രശ്നങ്ങളും മാറി സ്നേഹത്തോടെ ജീവിക്കാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. ആമീൻ.